എൻ്റെ ഫാമിലി പ്രത്യേകിച്ച് അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ഞാനില്ല. അപ്പോൾ ചെറുപ്പം തുടങ്ങി എന്നെ ഈ പറഞ്ഞ കലോത്സവത്തിലൊക്കെ പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നതായിരുന്നു അതായത് മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സെക്കൻഡറി ആയിരുന്നു. വീട്ടിൽ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒക്കെയാണ്, പിടിച്ചു പോയാൽ മതി, അതിനെപ്പറ്റി സംസാരിക്കലേ ഇല്ല. പക്ഷെ കലോത്സവങ്ങളും പരിപാടികളിലൊക്കെ നമ്മളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരിട്ടിട്ടുള്ള എഫേർട്ട് ഭയങ്കര വലുതാണ്. പ്രത്യേകിച്ച് അമ്മയുടെ ഇപ്പോഴും അമ്മയും അച്ഛനും ഭയങ്കര അവരുടെ ലൈഫ് റിവോൾവ് ചെയ്യുന്നത് ഇതിലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ വേറൊന്നുമല്ല, ഇത് മാത്രം. എൻ്റെ സിനിമ എന്താണ്, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് എന്താണ്, എൻ്റെ സിനിമ ഇറങ്ങുമ്പോഴുള്ള റിസൾട്ട് എന്താണ്. അപ്പോൾ അച്ഛനൊക്കെ സംബന്ധിച്ച് അച്ഛൻ ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അച്ഛൻ്റെ ചെറുപ്പം തുടങ്ങിയ സത്യൻ സാറിനെ ഭയങ്കര റെസ്പെക്റ്റോടുകൂടി കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാനിവിടെ അവരുടെ കൂടെ ഇത് ചെയ്യുമ്പോൾ, അഭിനയിക്കുമ്പോൾ അച്ഛൻ ഇസ് ലൈക്ക് അച്ഛൻ്റെ ലൈഫിന് ഒരു കംപ്ലീഷൻ കിട്ടിയ പോലെയാണെന്ന് എനിക്ക് സംസാരത്തിൽ നിന്ന് തോന്നാറുണ്ട്. അത് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴും ഇതുപോലെ കഴിഞ്ഞപ്പോൾ വന്നിട്ട് അച്ഛൻ സാധാരണ എന്തെങ്കിലും രണ്ടര അടിച്ചാലൊക്കെയാണ് കുറച്ച് ഇമോഷണലായി കണ്ടിട്ടുള്ളൂ ഞാൻ ജീവിതത്തിൽ. അല്ലാണ്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞിട്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരു 1-2 വട്ടമൊക്കെ കണ്ടിട്ടുള്ളൂ. അന്നിങ്ങനെ കണ്ണ് നിറഞ്ഞിട്ട് രാവിലെ അച്ഛൻ ബാങ്കിലിരിക്കുക. അപ്പോൾ ഞങ്ങളിവിടെ വീട്ടിലും ഒരു രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു അവാർഡ് വരും എന്നുള്ളത്. ഞാനും വൈഫും കൂടി ലുഡോ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കിടപ്പില്ല, മറ്റേ റൊമാൻസിൻ്റെ ഇടയിലത്തെ ആക്സിഡൻറ്റിൽ. അപ്പോൾ എനിക്ക് മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ എന്നാലും പയ്യെ 10 ദിവസം കഴിയുമ്പോൾ റെസ്റ്റൊക്കെ നമ്മൾ ഉടായിപ്പ് കാണിച്ച് തുടങ്ങുമല്ലോ. പയ്യെ എണീക്കും, പയ്യെ നടക്കാനൊക്കെ തുടങ്ങും. എനിക്ക് പക്ഷെ കടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റില്ല എന്നുള്ളൂ. എണീക്കലും മൂവിങ് ഒക്കെ വലിയ കുഴപ്പമില്ല. ശരിക്കും റെസ്റ്റാണ്. എന്നാലും ഒരു മൊമെൻറ്റിൽ എനിക്കിങ്ങനെ കുറച്ച് കൺഗ്രാറ്റ്സ് വരികയാണ്. അപ്പോൾ ഞാൻ കൺഗ്രാറ്റ്സ് തന്നെ അവർക്ക് വൈ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. ഇത് സ്റ്റേറ്റ് അവാർഡാണെന്ന് തന്നെ തോമസ് വിളിച്ചു പറയുന്നത്, റൊമാൻസിൻ്റെ റൈറ്റർ. ഞാൻ നേരെ മുകളിൽ നിന്ന് ഈ റെസ്റ്റൊക്കെ മറന്ന് ഓടി സ്റ്റെപ്പിലേക്ക് ഒരു അമ്മ തുടച്ചുകൊണ്ടിരിക്കുക. അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്ക് സ്റ്റേറ്റ് അവാർഡ്. അപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ മറ്റേ നമ്മളെന്തോ വണ്ടി ഇടിച്ചു എന്ന് പറയുന്ന പോലത്തെ ഒരു റിയാക്ഷനായിരുന്നു. അത്രയും ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡ് ആയിരുന്നു. എന്നിട്ട് അച്ഛനും ഇതുപോലെ. അപ്പം ഞങ്ങൾക്ക് അച്ഛനെ അറിയിക്കണം. അച്ഛനാണെങ്കിൽ ഫോൺ യൂസ് ചെയ്യൽ ഭയങ്കര കുറവാണ്. അച്ഛനെ അറിയിക്കാൻ ഒരു മാർഗ്ഗമില്ല. അച്ഛൻ ബാങ്കിൽ പോയി വെക്കുക, എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ ഇതുപോലെ വന്നൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സ്കൂട്ടറിൻ്റെ അകത്തുനിന്ന് ഫോൺ എടുത്ത് വിളിച്ചു. അപ്പോഴേക്കും അച്ഛൻ അറിഞ്ഞാന്ന് വെച്ചപ്പോൾ ഞാനിവിടെ ബാങ്കിലിരിക്കുമ്പോൾ ബാങ്കിലെ ടി വിയിൽ ഇങ്ങനെ സ്റ്റേറ്റ് അവാർഡ് മികച്ച എഡിറ്റർ എന്ന് പറയും. അപ്പോൾ ഞാൻ ആ മൊമെൻറ്റ് ഭയങ്കര ഭാഗ്യം ചെയ്ത് അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ആലോചിച്ചു. അത് വീട്ടിലാണെങ്കിൽ വേറൊരു ഇമോഷണൽ, വേറെ എവിടെയോ നമ്മൾ വേറൊരു കാര്യത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ഇത് കാണുക എന്ന് പറയുന്നത് സർപ്രൈസ് അല്ലേ, ഭയങ്കര. ഇപ്പോഴും അവർ തന്നെയാണ്, അവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതിൽ ഓരോ മൊമെൻറ്റ്സും. ഒരു പാട്ടിറങ്ങിയാൽ പോലും അവർക്ക് അന്നത്തെ ദിവസം അതാണ് അവരുടെ സന്തോഷം.